എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ DMLT, അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ ഓഫ്താൽമിക് അസിസ്റ്റൻറ്റ്, ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളിൽ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് അല്ലെങ്കിൽ കോഴ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നൽകിയിട്ടുള്ള കോളേജിൻ്റെ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ, അതായത് ഈ ഒരു ഡിസംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 2 PM വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരം നീട്ടിയിട്ടുള്ളത്. ഇന്നലെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുവരെ ട്രയൽ അലോട്ട്മെൻറ്റിന് മുൻപ് ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാൻ പറ്റാതിരുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഇന്നും നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിലുമായിട്ട് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ PD കോട്ടയിൽ ഉൾപ്പെട്ട, അതായത് ഈ ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികളുടെ റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഓപ്ഷൻ നൽകിയിട്ടില്ല എങ്കിൽ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ തന്നെ ഓപ്ഷനുകൾ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുക. ഈ ഒരു 1, 2 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം മാത്രമാണ് ഉണ്ടാവുക. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള കോളേജുകളൊന്നും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതല്ല. ആ ഒരു ഘട്ടത്തിൽ മറ്റേതെങ്കിലും കോളേജുകൾ അപ്രൂവ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ ആ ഒരു കോളേജുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷനുകളായിട്ട് നൽകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള ഏതൊരു കോളേജുകളും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള ഏതൊരു കോളേജുകളും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകളായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻസ് നൽകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള കോഴ്സുകളും അതുപോലെ തന്നെ കോളേജുകളും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കും നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടത്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ആദ്യം തന്നെ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇതുവരെ LBSൻ്റെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളിൽ ചില വിദ്യാർത്ഥികളെങ്കിലും റാങ്ക് ഡീറ്റെയിൽസ് ഈ ഒരു ലിസ്റ്റിൽ, അതായത് ഇവിടെയുള്ള റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിൽ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു ലിങ്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും ആവശ്യമാണ്. ഇതിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും ആപ്ലിക്കേഷൻ നമ്പറും അറിയില്ല എന്നാണെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ഈ ഒരു LBSൻ്റെ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ നൽകിയപ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ ഇമെയിൽ ID എന്നിവ നൽകി റിക്കവറിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇൻവാലിഡ് ഇമെയിൽ ID ഓർ DOB ഓർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും ചലാൻ നമ്പറും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നേരെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, അതിനുശേഷം പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് പരിശോധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാനായിട്ട് സൈഡിലായിട്ടുള്ള 3 ലൈൻസ്, അതായത് ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും, സൈഡിലായിട്ട് 3 ലൈൻസ്. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ റാങ്ക് ആൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാൽക്കുലേറ്റർ സിമ്പലിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും റാങ്ക് ആൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിൽ നിന്നും നിങ്ങൾക്ക് ഇതേ രീതിയിൽ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. DPharmൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ, അതായത് DPharmൻ്റെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണ്, നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയുടെ റാങ്ക് എത്രയാണ്, മൈനോറിറ്റി റാങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റാങ്ക് എത്രയാണ് എന്നുള്ളത്. ഇവിടെ മൈനോറിറ്റി റാങ്ക് ഇല്ലാത്തതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ NA എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും DHA ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, അതുപോലെ അതിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണ്, അതുപോലെ തന്നെ ആ ഒരു ഇത് Z റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാം, അതായത് ഈ വിഭാഗത്തിലെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് ആ ഒരു DHA കോഴ്സിൽ ആ ഒരു റാങ്ക് കൂടി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ MU റാങ്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു LC റാങ്ക്, SC റാങ്ക്, ST റാങ്ക്, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിലുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ മൈനോറിറ്റി റാങ്കിലും നിങ്ങളുണ്ടെങ്കിൽ അതും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചില വിദ്യാർത്ഥികൾ SMൽ മാത്രമാണ്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റിൽ മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടേത് SMൽ മാത്രമേ കാണിക്കുള്ളൂ.
അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നേരത്തെയുള്ള ആ ഒരു ഹോം പേജിലേക്ക് പ്രവേശിക്കുക. അത് സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഹോം പേജ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക്, അതായത് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പേജിലേക്ക് തന്നെ വരിക. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ഓപ്ഷൻസ് എന്നുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ഇളമ്പച്ച ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻസ് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ഓപ്ഷൻ നൽകിയിട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻസ് ആണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്, ആ ഒരു ഓപ്ഷൻ്റെ, അതായത് നിങ്ങൾ ഇതുവരെ നൽകാത്ത വിദ്യാർത്ഥികൾ ആയിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്രാമത്തെ സ്ഥാനത്ത്, അതായത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ 10ാമത്തെ ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ 1ാമത്തെ ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതാണോ പുതുതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ്റെ നേരെയായിട്ട് നിങ്ങൾക്കിവിടെ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബോക്സിൽ നിങ്ങൾ എത്രാമത്തെ ഓപ്ഷൻസ് ആയിട്ടാണ് ആ ഒരു ഓപ്ഷനെ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത്, അതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷൻ്റെ നേരെ, അതായത് ആ ഒരു കോളേജ് ഗവൺമെൻറ് ആണോ സെൽഫ് ഫിനാൻസ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അതിനുശേഷം ആ ഒരു ഓപ്ഷൻ നമ്പർ ബോക്സിൽ നിങ്ങൾക്കിപ്പോൾ ഇതുവരെ ഓൾറെഡി ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഓപ്ഷൻ്റെ ബോക്സിൽ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 2, മൂന്നാമത്തെ ആണെങ്കിൽ 3 ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകുക. നിങ്ങൾ ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ 1, 2, 3 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ നമ്പർ നൽകിയ ശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ നിങ്ങൾ നൽകിയിട്ടുള്ള അപ്ഡേറ്റ് ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ, അതായത് നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള കോളേജ് ലിസ്റ്റിൽ വരും. ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പുതുതായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത ഓപ്ഷൻ ഈ ഒരു ലിസ്റ്റിൽ വരുന്നതാണ്. അതിനുശേഷം വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റ് പ്രിൻ്റ് എടുക്കാം. ഏതെങ്കിലും നൽകിയ ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാറ്റം നിങ്ങളുടെ ആ ഒരു സെലക്റ്റഡ് കോളേജ് കോഴ്സസ് ലിസ്റ്റിൽ വരുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 3rd അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് പരിഗണിക്കപ്പെടേണ്ട ഓപ്ഷനുകൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടാൻ ഈ ഒരു ആഗ്രഹം, അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജും കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ പുതുതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ഘട്ടത്തിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത ശേഷം സേവിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഈ ഒരു ഓപ്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നാളെ ഉച്ചയ്ക്ക് 2 മണിക്കൂറിൽ തന്നെ ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ എങ്ങനെ ഓപ്ഷൻ നൽകാം എന്നുള്ള കാര്യവും റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് പുതുതായിട്ട് ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് സ്വന്തമായിട്ട് ഫോൺ വഴി തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിലോ റിമൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക്, അതായത് ഡിസംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയാണ് അവസരമുള്ളത്. അതായത് ഉച്ചയ്ക്ക് 2 PM വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഓപ്ഷൻ നമ്പർ നൽകി സേവ് ചെയ്യുകയും ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത്രമാണ് ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് അറിയണമെങ്കിൽ ഇവിടെ ഇൻസ്ട്രക്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് നൽകിയ ശേഷം നാളെ ഉച്ചയ്ക്ക് 2 മണി, അതായത് ഡിസംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 2 വരെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പുതുതായിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.